ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് എനിക്ക് ബാങ്കിൽ പോകാൻ അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്തുള്ളൊരു ഹൈപ്പർ മാർട്ടിൽ കയറി. സാധാരണ പോകുമ്പോഴൊക്കെ കുഞ്ഞിനെയും കൂടെ കൂട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ ബാങ്കിലൊക്കെ ഒത്തിരി താമസം വന്നതുകൊണ്ട് ഞാൻ പിന്നെ അവനെ എടുത്തില്ല. വീട്ടിലിരുത്തിയിട്ട് പോയി. പപ്പാടെ മുമ്പിലേക്ക് കുത്തി ഇരുത്തിയിട്ട് പോയി. സോ അവിടെ ചെന്നിട്ട് ഹൈപ്പർ മാർട്ടിൽ ചെന്നിട്ട് ഞാൻ ആദ്യം പോയി ബിസ്ക്കറ്റ് സെക്ഷനിലും ഫ്രൂട്ട്സിൻ്റെയും ടോയ്സിൻ്റെയും ഒക്കെ സെക്ഷനിലൊക്കെ പോയി. അപ്പം ടോയ്സ് ഇവിടെ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായതുകൊണ്ട് ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ അത്യാവശ്യം ഒരു കുഞ്ഞൊരു തോക്ക് വാങ്ങിച്ചു കൊടുത്തു അവനിങ്ങനെ കളിക്കാൻ വേണ്ടി. മറ്റുള്ള വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഒറ്റ അടി അടിക്കും, അത് അപ്പോഴേ പൊട്ടി എൻ്റെ പരിപാടിയും തീരും. അതുകൊണ്ട് ഒരു കുഞ്ഞും തോക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു അവിടുന്ന്. അങ്ങനെ ഹൈപ്പർ മാർട്ടിൽ പോയിട്ട് പിന്നെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ വെള്ളം കുടിക്കാൻ. അപ്പോൾ ഇടയ്ക്ക് വരെ നാരങ്ങ വെള്ളം കൊടുക്കാമെന്ന് ഓർത്ത് കുറച്ച് നാരങ്ങ, പിന്നെ അതുപോലെ നമ്മുടെ റോസ്റ്റ് കുടിക്കുന്ന കുറേ ഐറ്റംസ് അവിടെ ഇരിക്കുന്നുണ്ട്. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ റോസ്റ്റ് ഒരുപാട് എടുത്തിട്ട് നാരങ്ങ മുട്ടയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഫസ്റ്റ് സെക്ഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു റോസ്ബെറി ജ്യൂസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ ട്രൈ ചെയ്തിട്ടില്ല, എന്നാൽ അത് ട്രൈ ചെയ്യാൻ വേണ്ടി അത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് ഇരിക്കുന്നുണ്ട്. ഇത് ഇന്ന് വേറെ യൂസ് ചെയ്തിട്ടില്ല, നോ മൈദ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ കരുതി അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഐസ്ക്രീം സെക്ഷനിൽ പോയി. ഐസ്ക്രീം ഒന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല, ബിക്കോസ് ക്ലൈമറ്റ് ഭയങ്കര മോശമായതുകൊണ്ട്. എന്നാലും ഒരു സ്ട്രോബെറി ഫ്ലേവറാണ് കൂടുതൽ ഏറ്റവും ഇഷ്ടം. അങ്ങനെ സ്ട്രോബെറിയുടെ ഒരൊറ്റ ഒരെണ്ണം മാത്രം വാങ്ങിച്ചു, തണുപ്പൊക്കെ മാറിയിട്ട് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഓറഞ്ച് സെക്ഷൻ ഫ്രൂട്ട് സെക്ഷനിൽ പോയിട്ട് ഓറഞ്ചും കുറച്ച് ഗ്രീൻ ആപ്പിളും ഒക്കെ വാങ്ങിച്ചു. പിന്നെ അടുത്തൊരു ഓട്ടോയിൽ കയറി പതുക്കെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു കണ്ടൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.